ഓളപ്പരപ്പിൽ ആവേശത്തിരമാല തീർത്ത് കന്നേറ്റി ശ്രീനാരായണ ട്രോഫി ജലോത്സവത്തിൽ നടുഭാഗം ചുണ്ടനും നടുവിലെ പറമ്പനും ഒന്നാം സ്ഥാനം പങ്കിട്ടു. കേശവപുരം ബോട്ട് ക്ലബിന്റെ ജി മോഹനനും സനോജ് സത്യനും ക്യാപ്റ്റന്മാരായുള്ള സെന്റ് പയസ് 10 രണ്ടാം സ്ഥാനം. അവസാന നിമിഷം വരെ ആവേശം വിതറിയാണ് ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം അവസാനിച്ചത്. പോലെ ഇതാ കുതിച്ചു കുതിരയെ പോലെ ഇവിടെ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് കടന്നു പോകുന്ന മനോഹരമായ ദൃശ്യം. മേൽക്കരുത്തിന്റെ നിലവിൽ താളത്തിനൊത്ത് തുഴയെറിഞ്ഞപ്പോൾ തീരം ആർപ്പു വിളിച്ചു. കന്നേറ്റിക്കായലിന്റെ ഓളപ്പരപ്പുകളെ കീറിമുറിച്ച് വള്ളങ്ങൾ മുന്നോട്ട് കുതിച്ചപ്പോൾ ആവേശം. കന്നേറ്റിക്കായലിൽ നടന്ന 85ാമത് ശ്രീനാരായണ ഗുരു ട്രോഫി ജലോത്സവം പതിവ് പോലെ നാടിന്റെ ഉത്സവമായി. ഉച്ചകഴിഞ്ഞ് വള്ളംകളി തുടങ്ങിയപ്പോൾ മുതൽ ഓളവും തീരവും ആവേശത്തിലായിരുന്നു. ചെറുവള്ളങ്ങളിലും ചെങ്ങാടങ്ങളിലും വിവിധ ഇനം കലാരൂപങ്ങളും നിശ്ചല ദൃശ്യങ്ങളുമായി വള്ളംകളി പ്രേമികൾ ഓളപ്പരപ്പിൽ സജീവമായി. ജലോത്സവത്തിന് ജൈവിളികളുമായി തീരവും നിറഞ്ഞു കവിഞ്ഞു. ഉച്ചയ്ക്ക് 3 പൊതുസമ്മേളനം തുടങ്ങി. മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിന്റെ വളരെ നെഹ്റു ട്രോഫി വള്ളംകളി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളേ ആയിട്ടുള്ളൂ. ഇനി വള്ളംകളികൾ ധാരാളം നടക്കാറുണ്ട്. ആ വള്ളംകളികൾ ഇപ്പോൾ കേരളത്തിന്റെ ഒരു ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗ്രൂപ്പായിട്ട് ഇവന്റ് എന്ന നിലയിൽ തന്നെ നമ്മൾ അവതരിപ്പിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് CBL വരുന്നത്. CBLന്റെ നടപടിക്രമങ്ങളിൽ നിന്ന് ചെറിയ വ്യത്യാസമുണ്ട്. ഈ ചാമ്പ്യൻസ് സ്പോർട്ട് ലീഗ് എന്നുള്ളതുകൊണ്ട് കർണാടക ജലമേളയ്ക്ക് പ്രത്യേക സഹായം വേണം എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ മന്ത്രി ജെ ചിഞ്ചുറാണി വള്ളം കളിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻപത്തേക്കാൾ കൂടുതൽ ജനങ്ങൾ ഈ ജലോത്സവത്തിൽ പങ്കെടുക്കുന്നത് ഇപ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. നമുക്കറിയാം, തൊട്ടടുത്തുള്ള വീടുകളും നമ്മുടെ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നെത്തിയിട്ടുള്ള ഒട്ടേറെ ആൾക്കാരും ഈ ജലോത്സവം കാണുവാൻ വളരെ താല്പര്യത്തോട് കാത്തിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. തീർച്ചയായിട്ടും നമുക്ക് ഗവൺമെൻറ് നമ്മുടെ ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട് അനുവദിക്കുന്ന തുകയെക്കുറിച്ചൊക്കെ പ്രിയങ്കരനായ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട്. CR മഹേഷ് MLA അധ്യക്ഷത വഹിച്ചു. ഇനി ശ്രീനാരായണ ട്രോഫി ജലോത്സവം കന്നേറ്റിക്കായലിൽ 86ാമത് ശ്രീനാരായണ ട്രോഫി ജലോത്സവം ഗുരുദേവന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ സ്റ്റിൽ സ്റ്റാർട്ട് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. ഈ 2 വള്ളം സംഘം കന്നേറ്റിയുടെ വള്ളം ഒരുപാട് പുറകിലായി 1.5 മണിക്കൂർ വായ്പ ചോര ശ്രദ്ധിച്ച അവസരം ഞാൻ കായലിച്ചാടുന്ന ലക്ഷണം വന്നപ്പോഴാണ് ഒരു പരുവത്തിൽ വന്നത്. ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, തലമുടി 4 കീറി സ്റ്റാർട്ടിങ് കറക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഈ 3 പേര് പറയാമെന്ന് പറയും. കാരണം ആർക്കും അങ്ങനെ നിശ്ചയിക്കാൻ പറ്റില്ല. സ്റ്റിൽ സ്റ്റാർട്ട് അല്ലെങ്കിൽ പരിപൂർണമായിട്ട് ഒരു വള്ളംകളി, എപ്പോഴത്തേക്ക് വള്ളംകളി ആണെന്നതിനകത്ത് ഒരൊറ്റ വള്ളംകളി മാത്രമാണ് സ്റ്റിൽ സ്റ്റാർട്ട്. നെഹ്റു ട്രോഫിക്ക് സ്റ്റിൽ സ്റ്റാർട്ടായിട്ട് 5 ഓവർ വർഷമാകും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ കുറച്ച് പോരായ്മകളൊക്കെ സ്വാഭാവികമായും ഉണ്ടാകും. അതിൻ്റെ കുറ്റം ഞങ്ങളുടെ വശമാണെങ്കിൽ അത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA മാസ്റ്ററിൽ സല്യൂട്ട് സ്വീകരിച്ചു. ജനറൽ ക്യാപ്റ്റൻ പ്രവീൺ കുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന ജലഘോഷയാത്രയ്ക്ക് ശേഷം വള്ളംകളി മത്സരം തുടങ്ങി. നഗരസഭാ കൗൺസിലർ ശാലിനി രാജീവൻ, SNDP യോഗം കരുനാഗപ്പള്ളി യൂണിയൻ സെക്രട്ടറി A സോമരാജൻ, പ്രസിഡന്റ് K സുശീലൻ, താലൂക്ക് ജമാഅത്ത് യൂണിയൻ പ്രസിഡന്റ് വലിയത്ത് ഇബ്രാഹിംകുട്ടി, നഗരസഭാ മുൻ ചെയർമാൻ M അൻസാർ, ജില്ലാ പഞ്ചായത്ത് അംഗം അനിലസ് കല്ലേലി ഭാഗം, KG രവി തുടങ്ങിയവർ പങ്കെടുത്തു. കന്നേറ്റി ശ്രീനാരായണ ട്രോഫി ജലോത്സവത്തിൽ നടുഭാഗം ചുണ്ടനും നടുവിലെ പറമ്പനും ഒന്നാം സ്ഥാനം പങ്കിട്ടു. എന്ന് പറയേണ്ടത് അതിഗംഭീരമായ ഒരു പോരാട്ടം ഇവിടെ നടന്നു. EM ബഷീറും H ഹക്കീമും ക്യാപ്റ്റന്മാരായ ഹൃദയം ബോട്ട് ക്ലബിന്റെ നടുഭാഗം ചുണ്ടനും പോച്ചയിൽ നാസർ ക്യാപ്റ്റനായ സംഘം കന്നേറ്റിയുടെ നടുവിലെ പറമ്പനും ഇഞ്ചോടിഞ്ചു മത്സരത്തിലാണ് ഒന്നാം സ്ഥാനം പങ്കിട്ടത്. 1.5 ലക്ഷം രൂപയും ശ്രീനാരായണ ട്രോഫിയും ഇവർക്ക് ലഭിക്കും. കേശവപുരം ബോട്ട് ക്ലബിന്റെ ജി മോഹനനും സനോജ് സത്യനും ക്യാപ്റ്റന്മാരായുള്ള സെന്റ് പയസ് 10 രണ്ടാം സ്ഥാനം. സാബു സുമംഗലി ക്യാപ്റ്റനായ ഐക്യം ബോട്ട് ക്ലബിന്റെ ഫ്രണ്ട്സ് ബോട്ട് ക്ലബ്ബ് സെന്റ് ജോർജ് ചുണ്ടനാണ് 3ാം സ്ഥാനത്തെത്തിയത്. അവസാന നിമിഷം വരെ ആവേശം വിതറിയാണ് ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം അവസാനിച്ചത്. മത്സരത്തിന് ശേഷം വിജയികളെ സംബന്ധിച്ച് തർക്കത്തിനും കാരണമായി. ഒടുവിലാണ് 2 ടീമുകൾക്കും 1ാം സ്ഥാനം പങ്കിട്ട് നൽകാൻ തീരുമാനമായത്. ഒരുമിച്ച് സ്വീകരിക്കുന്നു. നടുഭാഗവും നടുവിലെ
പറമ്പൻ ചുണ്ടനും ശ്രീ നാസർ പോച്ചയിൽ ക്യാപ്റ്റനായിട്ടുള്ള തെക്കനോടി കെട്ടുവള്ളങ്ങളുടെ മത്സരത്തിൽ യുവസാരഥി ബോട്ട് ക്ലബിന്റെ പടിഞ്ഞാറെ പറമ്പൻ ഒന്നാമതെത്തി. സരിത്ത് ബാബുവാണ് ക്യാപ്റ്റൻ. ഷിഹാബ് ഒപ്റ്റിക്കൽ പാലസ് ക്യാപ്റ്റനായിട്ടുള്ള തെങ്ങിൽ റോയൽസിന്റെ ചെല്ലിക്കാടനും മനു കരിമ്പാലിൽ ക്യാപ്റ്റനായ ഐക്യം ബോട്ട് ക്ലബിന്റെ കമ്പനി വള്ളവും 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. തെക്കനോട് തറ വള്ളങ്ങളുടെ മത്സരത്തിൽ സംഘം കന്നേറ്റിയുടെ കാട്ടിൽ തെക്കതിൽ 1ാം സ്ഥാനവും അംബേദ്കർ ബോട്ട് ക്ലബിന്റെ സാരഥി 2ാം സ്ഥാനവും നേടി. വെപ്പുവള്ളങ്ങളിൽ ഗ്ലോബൽ നീലികുളത്തിന്റെ ചന്ദ്രബാബു ക്യാപ്റ്റനായ ഷോട്ട് പുളിക്കത്തറ 1ാം സ്ഥാനത്തെത്തി. ബിനിൽ KSRTC ക്യാപ്റ്റനായ ന്യൂ ടൗൺ ബോട്ട് ക്ലബിന്റെ ജയ് ഷോട്ടാണ് 2ാം സ്ഥാനത്ത്. വിജയികൾക്ക് മത്സ്യഫെഡ് ചെയർമാൻ T മനോഹരൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.